നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവനല്ല യഥാർത്ഥ ശിവൻ. ശിവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും ഏതറ്റം വരെയും പോവും. എന്തിനും അവൻ തയ്യാറാവും. ഈ ഉരാക്കുടുക്കിൽ നിന്നും അവനെ അവളെ രക്ഷിക്കുന്നെന്ന് കാണട്ടെ. ഇതെല്ലാം നഷ്ടപ്പെട്ടവളുടെ യുദ്ധമാ, അതായത് നിന്റെ. തിരിച്ചു കിട്ടുന്നത് വരെ ഇത് തുടരുക തന്നെ ചെയ്യും. മനസ്സിലായോ? ഓവ്. ഇനി നിന്നെ കൊണ്ടെടുപ്പിക്കുന്നത് അവന്റെ ശവമായിരിക്കും. കൂടെ അവളുടെ ആ ശാലിനിയുടെ. ഹലോ ഹലോ, ആരാ? വെൽവിഷറെന്നോ അഭ്യുദയകാംക്ഷയെന്നോ അതോ അല്ലെങ്കിൽ നിന്റെ രക്ഷകയെന്നോ എന്ത് വേണേലും വിളിക്കാം. ഞാൻ വിളിച്ചതൊരു നല്ല കാര്യം പറയാനാ. നിനക്കപ്പം നല്ല കാര്യം പറയാനും അറിയാം. അപ്പൊ നിനക്കെന്നെ മനസ്സിലായി. ട്രൂ കോളറിൽ വരെ ഉടായിപ്പെന്ന് തെളിഞ്ഞു വരുന്നവളെ പിന്നെ മനസ്സിലാവാതിരിക്കോ? അപ്പൊ ആരാന്നുള്ള നിന്റെ ചോദ്യം എന്നെ അറിഞ്ഞുകൊണ്ടെന്ന് ആക്കിയതാണല്ലേ? ഇപ്പോഴത്തെ വിളിയുടെ ഉദ്ദേശം പറയേ. എന്ത് മലമറിക്കുന്ന കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഒരു ചിന്ന ഇൻഫർമേഷൻ തരാൻ. ഒരു സൈക്കോ കില്ലറെ കൂട്ടത്തിൽ കൊണ്ട് നടന്നിട്ട് നിനക്കിതൊരൊന്നും സംഭവിച്ചില്ലല്ലോ. മനസ്സിലായില്ല. അല്ല, ഒരു പീഡനവീരനെ കൂടെ കൊണ്ട് നടന്നിട്ട് നിന്നെ ഇതുവരെ അവൻ ഉപദ്രവിച്ചില്ലേന്നാ ചോദിച്ചത്. പീഡനവീരനോ? അതാരാ? അപ്പൊ കൊച്ചമ്മയൊന്നും അറിഞ്ഞിട്ടുമില്ല, കൊച്ചമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. എടി, ഒരുത്തനെ കൊന്നിട്ട് അവന്റെ സ്ഥാനത്ത് നീ വേറൊരുത്തനെ കൊണ്ട് നടക്കുന്നില്ലേ? അവന്റെ കാര്യം ഞാൻ ഈ പറയുന്നേ. മൈൻഡ് യുവർ വേർഡ്സ്. നിന്റെ തെരുവ് സംസാരം എന്റെ അടുത്ത് വേണ്ട. തെരുവ് സംസാരവും തെരുവ് ചട്ടമ്പികളെ പോലുള്ള പെരുമാറ്റമൊക്കെ ആരാണെന്ന് നീ ഒന്ന് TV വെച്ച് നോക്കടി. അപ്പ കാണാം കൂടെ കൊണ്ട് നടക്കുന്നവന്മാരുടെയൊക്കെ തനിക്കോണം. ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യാം, നീ പോയി കാണ്. ഒരു സ്ത്രീയുടെ നേരെയാണ് ഈ കൊടും ക്രൂരത കാണിച്ചിരിക്കുന്നത്. അതും പട്ടാപ്പകൽ. ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനവുമായി വീട്ടിൽ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. മുറിയിൽ അടച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു. മരണഭയത്തോടെ മുറിയിൽ കയറി വാതിലടച്ച ആ പെൺകുട്ടിയുടെ ദീനവിലാപം നിങ്ങൾക്കിപ്പോൾ നേരിട്ട് കാണാം. ഇത്രയും ക്രൂരത ഒരു സ്ത്രീയോട് ചെയ്യുവാൻ എങ്ങനെ തോന്നുന്നു? എന്തായാലും ഈ സൈക്കോ കില്ലറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ, എങ്ങനുണ്ട്? ആ പാവം പെണ്ണിന്റെ മുഖത്തുനിന്ന് നെറ്റിന്നൊക്കെ ചോര ഒഴുകുന്ന കണ്ടോ? TV പറഞ്ഞത് കേട്ടോ? സൈക്കോ കില്ലറാണ് അവന്ന്. നിനക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇതിലും മോശമായിരിക്കും. നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവനല്ല യഥാർത്ഥ ശിവൻ. ശിവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും ഏതറ്റം വരെയും പോവും. എന്തിനും അവൻ തയ്യാറാവും. അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മൾ വീടിന്റെ മുന്നിൽ ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെക്കാറില്ലേ? മനസ്സിൽ അതുപോലെ കുറിച്ചു വെക്കേണ്ട വാചകമാ ബിവെയർ ഓഫ് ശിവൻ. പോലീസ് നീതി പാലിക്കുക. പീഡനവീരനെ പുറത്തുവിടാതിരിക്കുക. പോലീസ് നീതി പാലിക്കുക.
പീഡനവീരനെ പുറത്തു വിടാതിരിക്കുക. പീഡനവീരനെ പുറത്തു വിടാതിരിക്കുക. പോലീസ് നീതി പാലിക്കുക. നീതി പാലിക്കുക. പീഡനവീരനെ പുറത്തു വിടാതിരിക്കുക. പോലീസ് നീതി പാലിക്കുക. സർ, ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ പ്രതിയെന്ന് ആരോപിക്കുന്ന ശിവനും താങ്കളും ഒരേ കോളേജിൽ പഠിച്ചവരാണെന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? അല്ല, ആ സൗഹൃദം കൂട്ടുകാരനെ ഈ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം CA സാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കേസ് വേറെ, സൗഹൃദം വേറെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചിരിക്കും. അതിനൊരു സംശയവും വേണ്ട. ഒരേ കോളേജിൽ പഠിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ സൗഹൃദം ഉണ്ടാവാം. എന്നാൽ അതുപോലെ തന്നെയാണ് ശത്രുത ഉണ്ടാവുന്നത്. എനിക്ക് അന്നും ഇന്നും അവൻ ശത്രു തന്നെയാണ്. അപ്പൊ പീഡനവീരന്റെ കാര്യം അധോഗതി. മാറ്. സർ, ഒരു മിനിറ്റ്, ഒരു ചോദ്യം കൂടി സർ. സർ, ദയവായി മറുപടി നൽകൂ. സർ, ഒരു ചോദ്യം കൂടെ. അവനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ പുറം ലോകം കാണണമെങ്കിലേ ഞാൻ വിചാരിക്കണം. ആ രീതിയിലാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ശരി, ഞാൻ വിളിക്കാം. എന്താടോ, എന്താ ശരിക്കും സംഭവിച്ചേ? സർ, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാ. ഇവിടെ ഇവൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി വരെ കെട്ടിയിട്ടുണ്ട്. കൊല്ലാനുള്ള ശ്രമമായിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ജീവരക്ഷാർത്ഥം ആ പെൺകുട്ടി ഇവന്റെ പരാക്രമങ്ങൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സംഗതി വൈറലാ. സാറിന്റെ ഫോണിലോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. സാർ നോക്കിയില്ലായിരുന്നോ? ആ പെൺകുട്ടി വാതിലടച്ചുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇവൻ ആ പെൺകുട്ടിയെ കൊല്ലുമായിരുന്നു. ഇനിയിപ്പോ നീ തലയും താഴ്ത്തി എന്നിട്ട് എന്താടാ കാര്യം? ലോകം മുഴുവൻ നിന്റെ തിരുമോന്ത കണ്ട് ആൾക്കാര് നിന്നെ ഇപ്പോ കൈ കിട്ടിയാ കൊല്ലുമെന്നുള്ള ഒരവസ്ഥയില്ല. നിന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി കിട്ടാൻ കാത്തു നിൽക്കുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാര്. എന്തായാലും നിന്റെ സമയം നല്ലത് തന്നെ. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ലോകപ്രശസ്തനായില്ലേ നീ?